കിളിമാനൂരിൽ ജീപ്പിടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരായ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ വാഹന ഉടമ വള്ളിക്കടവ് സ്വദേശി വിഷ്ണുവിനെ പോലീസ് പിടികൂടി. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വിഷ്ണുവിനെ പിടികൂടിയത്. വിഷ്ണുവിന്റെ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം വിഷ്ണുവിനെ പിടികൂടിയത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു വിഷ്ണുവെന്ന് സൂചന. വിഷ്ണുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നലെ തള്ളിയിരുന്നു. അപകടത്തിൽ ദമ്പതികൾ മരിച്ച് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അപകട സമയത്ത് വിഷ്ണുവാണോ ജീപ്പ് ഓടിച്ചിരുന്നത് എന്നതിൽ വ്യക്തതയില്ല. ജീപ്പിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥന്റെയും തിരിച്ചറിയൽ കാർഡുകൾ കിട്ടിയെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇവരിൽ ആരെങ്കിലുമാണോ ജീപ്പ് ഓടിച്ചത് എന്നാണ് ഇനി അറിയേണ്ടത്. എന്നാൽ ഈ 2 പേരുടെയും ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചുവെന്നും ഇവർ അപകട സമയത്ത് മറ്റിടങ്ങളിൽ ആയിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. അപകടത്തിന് പിന്നാലെ വിഷ്ണുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ദമ്പതികളുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം കനത്ത സാഹചര്യത്തിൽ വിഷ്ണുവിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. ദമ്പതികളെ ഇടിച്ചിട്ട വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കമെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കളുടെ പരാതി. അന്വേഷണത്തിലെ വീഴ്ച കണക്കിലെടുത്ത് കിളിമാനൂർ SHO BJN, SI RU അരുൺ, ഗ്രേഡ് SI ഷംജീൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണം ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന് കൈമാറി. ഈ മാസം 4 വൈകിട്ട് പാപ്പാലയിൽ നടന്ന അപകടത്തിലാണ് കൊല്ലം കുമിൾ പഞ്ചായത്തിലെ മൂക്കുന്നം പൂക്കോട്ട് രാജേഷ് ഭവനത്തിൽ M രഞ്ജിത്ത്, ഭാര്യ അംബിക എന്നിവർ മരിച്ചത്. അംബിക മരിച്ചതറിഞ്ഞിട്ടും പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവ് രഞ്ജിത്തിന്റെയോ ദൃക്സാക്ഷികളുടെയോ മൊഴി പോലീസ് എടുത്തിരുന്നില്ലെന്നും പരാതിയുണ്ട്. അപകടത്തിനിടയാക്കിയ ജീപ്പിൽ 3 പേർ ഉണ്ടായിരുന്നതായി ബന്ധുക്കളും ദൃക്സാക്ഷികളും മൊഴി നൽകിയിരുന്നു. ജീപ്പിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും കാര്യമായ അന്വേഷണം നടന്നില്ലെന്നും പരാതിയുണ്ട്.